ഹായ് ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശനോട് അനി നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അനാമിക അവൻ്റെ കാമുകൻ്റെ കൂടെ ചുറ്റിക്കറങ്ങി നടക്കുന്നതും വല്യമ്മയ്ക്ക് പാലിൽ വിഷം കലർത്തി കൊടുത്തത് അവളും അവളുടെ അമ്മയും കൂടെ ചേർന്നിട്ടാണെന്നുള്ളതും അങ്ങനെ എല്ലാ കാര്യങ്ങളും മുത്തശ്ശനോട് അനി തുറന്നു പറയുകയാണ്. ഇത് കേട്ടപാടെ മുത്തശ്ശനാകെ തകർന്നു പോവുകയാണ്. മോനെ അനി, നീ പറഞ്ഞൊക്കെ സത്യമാണോടാ? അതോ നിന്റെ മനസ്സിൽ അനാമികയോടുള്ള ദേഷ്യം കാരണം അവളെ കരുവാക്കാനായിട്ട് നീ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുന്നതാണോ എന്നൊക്കെയുള്ള രീതിയിൽ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനി പറയുന്നുണ്ട്, എനിക്ക് അവളെ ഇഷ്ടമല്ല മുത്തശ്ശ, എനിക്ക് അവളോട് ഒരുപാട് ദേഷ്യമുണ്ട് എന്നും പറഞ്ഞ് ഒരാളെക്കുറിച്ച് ഇല്ലാത്ത കഥകളൊന്നും ഉണ്ടാക്കി പറയേണ്ട ആവശ്യം എനിക്കില്ല. ഇതൊക്കെ സത്യമായ കാര്യം തന്നെയാണ്. അത് ഈ കുടുംബത്തിലുള്ള ഒട്ടുമിക്ക പേർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് മുത്തശ്ശ. ആരും മുത്തശ്ശന്റെ അസുഖത്തെ ഓർത്തിട്ടാണ് മുത്തശ്ശനോട് ഇതൊന്നും പറയാതിരുന്നത്. ഈ ഞാൻ അറിഞ്ഞതുപോലും നയനേട്ടത്തി പറഞ്ഞിട്ടാണ്. ആദശേട്ടനും വല്യമ്മയ്ക്കും വല്യച്ഛനും നയനേട്ടത്തിക്കും ഒക്കെ ഈ കാര്യങ്ങൾ അറിയാം. അന്ന് നവ്യേട്ടത്തിനെയും നവ്യേട്ടത്തിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെയും കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നു അനാമികയും അനാമികയുടെ അമ്മയും കൂടെ ഇങ്ങനൊരു കാര്യം ചെയ്തത്. എന്നാൽ ആ വിഷം ചേർത്ത പാല് കുടിച്ചത് വല്യമ്മയായിപ്പോയി. അതുകൊണ്ടാണ് വല്യമ്മയുടെ കരള് ഡാമേജായി ഇത്രയും സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടന്നതൊക്കെ. ഇതിനെല്ലാം കാരണം അവളും അവളുടെ അമ്മയും കൂടെ തന്നെയാണ് മുത്തശ്ശ. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്നിട്ട് എന്താ മക്കളെ എന്നോട് ഈ കാര്യങ്ങളൊന്നും ആരും പറയാതിരുന്നത്? ഈ സത്യങ്ങളൊക്കെ ദേവയാനിക്ക് അറിയാമായിരുന്നിട്ടും ദേവയാനി പോലും എന്നോട് ഒന്നും പറഞ്ഞില്ലല്ലോ. ഇങ്ങനെയൊരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ അവൾ എന്നോട് ഇത് ആദ്യമേ പറയേണ്ടതല്ലായിരുന്നോ? പിന്നെന്തിനാ ഇത് ഞങ്ങളോട് മറച്ചു വെച്ചെന്നൊക്കെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്. അപ്പം അനി പറയുകയാണ്, മുത്തശ്ശനെ വിഷമിപ്പിക്കേണ്ടെന്ന് ഓർത്തിട്ടാണ് മുത്തശ്ശ ഈ കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചത്. മുത്തശ്ശന് ഇങ്ങനെയൊരു വയ്യാഴിക ഉള്ളപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞ് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ മനസ്സ് വിഷമിപ്പിക്കേണ്ടെന്ന് എല്ലാവരും കൂടെ ചേർന്ന് ആലോചിച്ചെടുത്തൊരു തീരുമാനം തന്നെയാണ്. അതുകൊണ്ടാണ് ഈ കാര്യം ആരും നിങ്ങളെ അറിയിക്കാനെന്നൊക്കെ അനി പറയുകയാണ്. ഉടനെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അനാമികയാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന് അറിഞ്ഞിട്ടും ദേവയാനി എന്തുകൊണ്ടാണ് ഒന്നും മിണ്ടാതെ മുന്നോട്ട് പോകുന്നത്? ഇത്രയും ക്രൂര മനസ്സുള്ള അനാമികയെ ഇവിടെ വെച്ച് ഉറപ്പിക്കേണ്ടതല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അനി പറയുകയാണ്, അത് ശരിയാ മുത്തശ്ശി, ഇപ്പൊ ശ്രദ്ധിച്ചിട്ടില്ലേ, വല്യമ്മയ്ക്ക് അനാമിക ഇപ്പൊ ഒട്ടും ഇഷ്ടമല്ല. ഈ സത്യങ്ങളൊക്കെ വല്യമ്മ തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ തന്നെ അവളെ വെറുക്കാൻ തുടങ്ങിയതാണ്. അതുകൊണ്ടാണ് അവൾ വല്യമ്മയ്ക്ക് ഓണക്കോടി സമ്മാനിച്ചപ്പോൾ പോലും വല്യമ്മ അതൊന്നും സ്വീകരിക്കാതിരുന്നത്. അങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും മുത്തശ്ശനാണെങ്കിലും ആകെപ്പാട് ദേഷ്യം വരുന്നുണ്ട്. മുത്തശ്ശൻ പറയുന്നുണ്ട് അനിയോട്, എല്ലാവരെയും പെട്ടെന്ന് തന്നെ വിളിച്ച് ഹോളിലിട്ട് വരാൻ പറ, എനിക്ക് എല്ലാവരോടും അത്യാവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ദേവയാനിയും നയനയും ജലജയും ജാനകിയും അതുപോലെ തന്നെ ആദർശും അജയനും ജയനും ഒക്കെ എല്ലാവരും ഹോളിലോട്ട് വരുന്നുണ്ട്. ദേവയാനി ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛാ, അച്ഛൻ എന്തിനാ ഇപ്പം എല്ലാവരും അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട്, അനി ഇപ്പം എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ എല്ലാവരോടും ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്. അനാമിക മോൾ ഈ ചെയ്തു എന്ന് പറയുന്ന കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും വാസ്തവമുണ്ടോ ദേവയാനി എന്നിങ്ങനെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ദേവയാനി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതൊക്കെ ശരിയാണ് മുത്തശ്ശ, ഈ കാര്യങ്ങളൊക്കെ നയന ആദ്യമേ അറിഞ്ഞതാണ്. നയനയോട് അവൾ തന്നെ കുറ്റമേറ്റ് പറഞ്ഞ് സമ്മതിച്ചിട്ടുള്ളതാണ്. അവളാണ് പാലിൽ വിഷം ചേർത്തെന്നുള്ള കാര്യം. മുത്തശ്ശൻ നയനയോട് ചോദിക്കുന്നുണ്ട്, ഈ പറഞ്ഞതൊക്കെ ശരിയാണോ മോളേന്ന്? നയന പറയുകയാണ്, അതേ മുത്തശ്ശ, അവൾ എന്നോട് സമ്മതിച്ചതാണ് അവളാണ് പാലിൽ വിഷം ചേർത്തെന്നുള്ളത്. ഇക്കാര്യത്തിൽ എനിക്കും നവ്യേച്ചിക്കും ഒക്കെ നല്ല സംശയം ഉണ്ടായിരുന്നു അവളെ. ആ ഒരു സംശയത്തിന്റെ പുറത്താണ് അവളെ ചോദ്യം ചെയ്തത്. അപ്പോൾ അവളെല്ലാം സമ്മതിക്കുകയും ചെയ്തു. അവളും അവളുടെ അമ്മയും കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തെന്നുള്ളത്. അവൾ പാലിൽ വിഷം കലർത്തുന്നതിന്റെ തെളിവും ഞങ്ങളുടെ കയ്യിലുണ്ട്. ആ തെളിവ് ഞങ്ങളുടെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ് അവൾക്ക് ശകലമെങ്കിലും ഞങ്ങളെ പേടിയുള്ളതെന്ന് നയന പറയുന്നുണ്ട്. എന്നിട്ട് എന്തിനാണ് നയനമോൾ ഇതൊക്കെ മറച്ചു വെച്ചതെന്ന് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്. ഒരു കൊലപാതകം വരെ ചെയ്യാൻ മടിയില്ലാത്ത ഒരുത്തിയെ എങ്ങനെ ഈ തറവാട്ടിൽ വെച്ച് ഉറപ്പിക്കാൻ പറ്റും മോളെ? മോൾ ഇത് മറച്ചു വെച്ചത് ഒട്ടും ശരിയായില്ല. ഇത് മറച്ചു വെച്ചത് കൊണ്ട് എന്ത് പ്രയോജനമാ ഉണ്ടായത്? ഇനിയും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആവർത്തിക്കില്ലെന്ന് ആര് കണ്ടു മോളെ? മറ്റുള്ളവരുടെ ജീവന് പോലും വില കൊടുക്കാത്ത ഒരാളെ ഈ കുടുംബത്തിൽ എങ്ങനെ നിർത്താൻ തോന്നും എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്. അപ്പം നയന പറയുന്നുണ്ട്, അതൊക്കെ ശരിയാണ് മുത്തശ്ശ, മുത്തശ്ശൻ ഇങ്ങനെ വയ്യാതിരിക്കുന്നതുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം മുത്തശ്ശനിൽ നിന്ന് മറച്ചു വെച്ചത്. തന്നെയുമല്ല, അനിയും അനാമികയും തമ്മിൽ നല്ലൊരു ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുകയല്ലോ, അവരിപ്പോഴും ബെഡ്റൂമിൽ രണ്ടായിട്ട് തന്നെയല്ലേ ജീവിക്കുന്നത്. ഇങ്ങനെ ഒരു പ്രശ്നം കൂടി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അനാമികയെ എല്ലാവരും ഒഴിവാക്കും, അനാമികയെ എല്ലാവരും മാറ്റി നിർത്തുകയല്ലേ. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കാനും കൂടി വേണ്ടിയിട്ടാണ്, അനിയും അവളും തമ്മിൽ നല്ലൊരു ജീവിതം മുന്നോട്ട് നയിക്കാനൊക്കെ കൂടി വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചെന്നുള്ള രീതിയിൽ നയന പറയുന്നുണ്ട്. അവർ തമ്മിൽ ഓൾറെഡി പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് എത്തും. അത് താങ്ങാനുള്ള കഴിവ് നമുക്കില്ലല്ലോ മുത്തശ്ശ. അതുകൊണ്ടാണ് ഇതൊക്കെ എല്ലാവരിൽ നിന്നും മറച്ചു വെക്കാനായിട്ട് ഞങ്ങൾ നോക്കിയത്. പക്ഷേ പിന്നീട് ഒരിക്കൽ അമ്മ ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് എന്നോട് ചോദിക്കുകയും ചെയ്തു. അന്ന് ഞാൻ അമ്മയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞതുമാണ്. അപ്പം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, ആഹാ, ദേവയാനിയും ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നോ
എന്നിട്ടും നീ ഇതൊക്കെ ഞങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കുകയായിരുന്നോ ദേവയാനി എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദേവയാനി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അത് പിന്നെ അച്ഛ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ടല്ലായിരുന്നോ ദേവയാനി പാലിൽ വിഷം കലർത്തി വെച്ചത്? എന്നിട്ടും നിനക്കിതൊക്കെ എങ്ങനെ സാധിച്ചു? ഇങ്ങനെയുള്ള ഒരുവളെ ഈ വീട്ടിൽ പിന്നെ നിർത്താൻ പാടില്ല എന്നുള്ളത് നിനക്ക് അറിഞ്ഞൂടെ ദേവയാനി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ദേവയാനി പറയുന്നുണ്ട്, അത് പിന്നെ അച്ഛ ഇവിടെയുള്ള മറ്റു പ്രശ്നങ്ങളൊക്കെ കൊണ്ട് തന്നെ ആകെപ്പാടെ സമാധാനം ഇല്ലാതിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ വെളിപ്പെടുത്തണ്ടെന്ന് കരുതിയിട്ടാണ് മറച്ചു വെച്ചത്. ഈ ഒരു സത്യം ഞാൻ മനസ്സിലാക്കിയത് ഒരുപാട് വൈകിയാണ്. അത് മനസ്സിലാക്കിയതിൽ പിന്നെയാണ് അനാമികയോട് ഞാനിപ്പം കുറച്ച് വെറുപ്പൊക്കെ കാണിക്കുന്നത്, അവളിൽ നിന്ന് അകത്ത് മാറി നിൽക്കുന്നത്. പിന്നെ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടല്ലല്ലോ അച്ഛാ അവൾ പാലിൽ വിഷം കലർത്തി വെച്ചത്. നവ്യയുടെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞിനെയും കൊല്ലാൻ വേണ്ടിയിട്ടല്ലേ അവൾ അങ്ങനെയൊക്കെ ചെയ്തത്. അന്ന് ആ പാലെടുത്ത് കുടിക്കാൻ എനിക്ക് തോന്നിയത് എന്തുകൊണ്ട് നന്നായി അച്ഛാ. ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനായിട്ട് വരാനിരിക്കുന്ന ഒരു കുഞ്ഞിന്റെ ജീവനല്ലേ ഇല്ലാതായി പോകുന്നത്. അത് എത്ര വലിയ നഷ്ടം നമുക്ക് ഉണ്ടാക്കിയേനെ. അന്ന് ആ പാല് നവ്യ എടുത്ത് കുടിച്ചിരുന്നെങ്കിൽ നവ്യയ്ക്കും നവ്യയുടെ വയറ്റിലുണ്ടായിരുന്ന ആ കുഞ്ഞിനും അത് ആപത്തായി മാറിയേനെ മുത്തശ്ശ. അതുകൊണ്ട് എന്തായാലും ആ പാലെന്നെടുത്ത് കുടിക്കാൻ തോന്നിയത് ദൈവനിശ്ചയമായിരിക്കും. എന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് എന്റെ മരുമോള് തന്നെ എനിക്ക് കരൾ തന്ന് സഹായിക്കുകയും ചെയ്തില്ലേ. ഇതിൽ പരം ഇനി എന്ത് സന്തോഷം അച്ഛാ എനിക്ക് വേണ്ടത് എന്നിങ്ങനെ നമ്മുടെ ദേവയാനി പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ ആകെ ദേഷ്യം വരികയാണ്. എൻ്റെ ദൈവമേ, വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ അവൾ ആ പാലിൽ വിഷം കലർത്തി വെച്ചത്? ഇത്രയ്ക്കും ദുഷ്ടായ മനസ്സായിരുന്നോ അനാമികയുടേത് എന്നിങ്ങനെ ചോദിക്കുകയാണ് മുത്തശ്ശി. ശരിക്കും എന്താ മോളെ ഇവിടെ സംഭവിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് കേട്ടോ. അനി പറഞ്ഞതൊക്കെ സത്യമായിരുന്നോ അപ്പോൾ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും നയന പറയുന്നുണ്ട്, അതേ മുത്തശ്ശി, അനി പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ്. അനാമിക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഒരിക്കലും അനിക്ക് ചേർന്ന പെണ്ണല്ല അനാമിക. ഇങ്ങനെയുള്ള ഇത്രയും ക്രൂര മനസ്സുള്ള ഒരുത്തി നമ്മുടെ ഈ തറവാട്ടിലോട്ട് വരാനേ പാടില്ലായിരുന്നു. അവളുടെ ലക്ഷ്യമൊക്കെ നമ്മുടെ കുടുംബത്തിന്റെ സ്വത്തും മുതലും തന്നെയാണ്. അല്ലാതെ അനിയുമായിട്ടൊത്ത് നല്ലൊരു കുടുംബജീവിതം നയിക്കാനൊന്നുമല്ല അവൾ ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ ബാക്കിയെല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അവളും അവളുടെ അച്ഛനും അമ്മയും ഒക്കെയാണ് ഈ എല്ലാ കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നത്. അവൾക്ക് സപ്പോർട്ടായിട്ട് അവളുടെ അച്ഛനും അമ്മയും തന്നെയാണ്. അവരാണ് അവൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കുന്നതും. അനിയെ അവർ ചതിച്ചത് തന്നെയാണ് മുത്തശ്ശ എന്നൊക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെയാണെങ്കിൽ അവളെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ. അവളെ ഇങ്ങോട്ടേക്ക് വിളിക്ക്, ഞാൻ അവളോട് കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ എന്നൊക്കെ മുത്തശ്ശൻ പറയുമ്പോഴേക്കും അനി പറയുന്നുണ്ട്, അതിനവൾ ഇവിടെ ഇല്ല മുത്തശ്ശ. അവൾ അവളുടെ വീട്ടിലേക്ക് പോയതാ ഓണം ഉണ്ണാനായിട്ട്. ഇനി അങ്ങോട്ട് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ വീട്ടിൽ പോയി അച്ഛനോടും അമ്മയോടും പ്ലാൻ ചെയ്യാൻ കൂടിയായിരിക്കും പോയേക്കുന്നത്. മിക്കവാറും എന്നെ എങ്ങനെ കൊല്ലാം എന്നൊക്കെ ഉള്ള പ്ലാനിങ്ങിലായിരിക്കും ഇനി അവൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാൻ പോകുന്നത്. എന്തായാലും അവൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരട്ടെ. ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളത് എനിക്കറിയാം. ഇങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ. എന്തായാലും നമുക്കിത് നിയമപരമായിട്ട് തന്നെ നേരിടാം. അല്ലാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ വഴിയില്ലല്ലോ. നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും കൂടെ നോക്കണ്ടേ. എന്തായാലും ഇതൊരു കൊലപാതക ശ്രമം തന്നെയല്ലേ. അതിന്റെ പേരിൽ എന്തൊക്കെയാ ഈ അനന്തപുരം തറവാടിൽ സംഭവിച്ചത്? ദേവയാനി തലനാരിഴയ്ക്കാണ് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് തിരികെ വന്നത്. എന്നിട്ട് ദേവയാനിയുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് നയനമൊക്കെ അവളുടെ കരൾ കൊടുത്ത് സഹായിക്കേണ്ടി വന്നില്ലേ? അതിന്റെ പേരിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇവിടെ സംഭവിച്ചത്. അവളും അവളുടെ അമ്മയും കൂടിയാണ് ഇതൊക്കെ ചെയ്തു കൂട്ടിയത്. എന്നിട്ട് പോലും നയനയും നയനയുടെ വീട്ടുകാരെയും മേലെ അവൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അപ്പോഴേക്കും അനി പറയുന്നുണ്ട്, മുത്തശ്ശ ഇത് മാത്രമല്ല മുത്തശ്ശ, ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവള് കണ്ട പയ്യന്മാരുടെ കൂടെയൊക്കെ അഴിഞ്ഞാടി നടക്കുകയാണ്. ഇത് കണ്ടവര് ഞാൻ മാത്രമല്ല. ഞാനത് കണ്ടപ്പോൾ ഞാൻ ആ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വന്ന് എല്ലാവരെയും കാണിച്ചതാണ്. അന്ന് എല്ലാവരും ഇതാരെയും അറിയിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് മൂടി വെക്കുകയായിരുന്നു. പിന്നെയാണെങ്കിൽ വല്യമ്മയും ആദർശേട്ടനും നയനേട്ടനെയും ഒക്കെ കണ്ടിട്ടുണ്ട്. പല കാമുകന്മാരുടെ കൂടെയും അവൾ ചുറ്റിക്കറങ്ങി നടക്കുന്നതൊക്കെ. അവൾക്ക് ഒരുപാട് തെറ്റായ ബന്ധങ്ങളുണ്ട് മുത്തശ്ശ. അവളും അവളുടെ അച്ഛനും അമ്മയൊക്കെ പക്ക ഫ്രോഡാണ് മുത്തശ്ശ. ആരെയും കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്കാ അവരുടെ കയ്യിലിരിക്കുന്ന കള്ളത്തരങ്ങള്. ഒരു കണക്കിന് പറഞ്ഞാൽ കള്ളത്തരത്തിൽ മുങ്ങിത്താണ് ജീവിക്കുന്നവരാ അവര്. അനാമികയുടെ അച്ഛന് ഒരുപാട് കടമുണ്ടെന്നൊക്കെയാ പറയുന്നത് കേട്ടത്. അന്ന് തന്നെ ആ മാലമോഷണത്തിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടാക്കിയത്. ആ മാല വേണുവിന് എടുത്തു കൊടുത്തത് അനാമിക തന്നെയായിരുന്നു. അത് ആ പലിശക്കാരന്റെ കയ്യിൽ നിന്ന് നന്ദു തന്നെ തിരിച്ചു മേടിക്കുകയും ചെയ്തല്ലോ. അതുപോലെ ഇല്ലാത്ത സ്ഥലത്തിന്റെ പേരും പറഞ്ഞ് ഒരു വീട് കെട്ടാൻ പോവാന്നൊക്കെയല്ലേ അവര് പറഞ്ഞത്. എല്ലാം കള്ളത്തരമാണ് മുത്തശ്ശ. അവരെ വിശ്വസിക്കാൻ പറ്റത്തില്ല. അവർ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ കള്ളത്തരമാണെന്നൊക്കെ ഇങ്ങനെ അനി പറയുന്നുണ്ട്. എനിക്ക് മനസ്സിലായി മോനെ. നീ എന്തുകൊണ്ടാണ് അനാമികയെ ഇത്രയും വെറുക്കുന്നെന്നുള്ളത് ഇപ്പോഴാണ് ഞങ്ങൾക്കൊക്കെ മനസ്സിലായത്. എന്തായാലും അവളെ ഇനി ഇങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല. ഇന്ന് തന്നെ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും പിരിഞ്ഞു പോവുകയാണ് കേട്ടോ. ആ സമയത്ത് അങ്ങനെ അനിയാണെങ്കിലും പുറത്തോട്ട് പോകാനായിട്ട് ഇറങ്ങുമ്പോഴേക്കും ദേവാനി വന്നിട്ട് അനിയോട് ചോദിക്കുന്നുണ്ട്, അനി ഒന്ന് അവിടെ നിന്നേ. നീ എന്തിനാ ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ മുത്തശ്ശനോട് പറയാൻ പോയത്? ഇന്ന് നല്ലൊരു ദിവസമായിട്ട് ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്ന മോനെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ അനി പറയുന്നുണ്ട്, ഇക്കാര്യങ്ങളൊക്കെ ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ ഇനി എപ്പോ പറയാനാവില്ലമ്മേ? മുത്തശ്ശൻ അസുഖബാധിതനായതുകൊണ്ടല്ലേ ഈ കാര്യങ്ങളൊന്നും മുത്തശ്ശനോട് പറയാതെ മറച്ചു വെച്ചോണ്ടിരുന്നത്. ഇപ്പം മുത്തശ്ശന് ഒരസുഖവും ഇല്ലെന്നുള്ളത് മനസ്സിലായല്ലോ. ഇനിയിപ്പം ഇത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. ഇക്കാര്യങ്ങളൊക്കെ അറിയിക്കേണ്ട സമയത്ത് മുത്തശ്ശനെ അറിയിച്ചിരുന്നെങ്കിൽ
ഇതൊന്നും ഇത്രയും വഷളാകില്ലായിരുന്നു വല്യമ്മേ. അത് മാത്രമല്ല, എനിക്കിനി അവളുമായിട്ട് ഒന്നിച്ച് ജീവിക്കാൻ പറ്റില്ല വല്യമ്മേ. അവളെ ഭാര്യയായിട്ട് കാണാൻ എനിക്ക് പറ്റില്ല. എനിക്ക് ചേരുന്ന ഒരു പെണ്ണല്ല അവള്. പിന്നെ അവളുടെ മനസ്സിൽ പല ആണുങ്ങളും ഉണ്ട്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് അവളെ ഒഴിവാക്കിയേ പറ്റുള്ളൂ. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. ഞാൻ ആഗ്രഹിച്ച പെണ്ണിൻ്റെ കൂടെ ഒരു ജീവിതം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഈ മാരണത്തെ എൻ്റെ തലയിൽ നിന്ന് ഒഴിപ്പിച്ച് തന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അനി പറയുന്നുണ്ട്. അപ്പം ദേവേനി പറയുന്നുണ്ട്, അതൊക്കെ ശരിയാ മോനെ. അവൾ പലതും മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അവൾ നിന്റെ ഭാര്യയായിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ തന്നെ കാരണം ഈ തറവാട്ടിലെ സ്വത്തും മുതലും കണ്ടിട്ട് തന്നെയാണ്. അവളും അവളുടെ അച്ഛനും അമ്മയൊക്കെ ഫ്രോഡാന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. അവൾ ഒരിക്കലും നിന്റെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്രയും ക്രൂര മനസ്സുള്ള ഒരു പെണ്ണ് ഈ അനന്തപുരിയിൽ വേണ്ട. അതുതന്നെയാ മോനെ എന്റെയും തീരുമാനം. അവളെ സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ 10 മടങ്ങ് ഇരട്ടി ഞാനിപ്പോൾ അവളെ വെറുക്കുന്നുണ്ട്. അവളെ ഈ തറവാട്ടിൽ നിന്ന് ഇറക്കി വിടണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നൊക്കെ ദേവേനി പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. ഇതേ സമയത്ത് അനാമികയാണെങ്കിലും അവളുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പോയിരിക്കുകയാണല്ലോ. അങ്ങനെ അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അനാമിക ഇങ്ങനെ പറയുന്നുണ്ട്, അനന്തപുരിയിൽ പുതിയൊരു വിശേഷമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ വിശേഷം? അവൾ വല്ലതും ഗർഭിണിയായോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പം അനാമിക പറയുന്നുണ്ട്, ഓ ഇനി അതിൻ്റെ ഒരു കുറവും കൂടിയേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ അവിടെ എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. അല്ല മോളെ, അതിന് മാത്രം സന്തോഷിക്കാൻ ഇപ്പം അവിടെ എന്താ ഉണ്ടായെന്നൊക്കെ ഇങ്ങനെ വേണു ചോദിക്കുന്നുണ്ട്. അത് പിന്നെ അവിടെ ഒരു രാജാവുണ്ടല്ലോ, ആ രാജാവിന് ക്യാൻസർ ആണെന്നും ഉടനെ തന്നെ തട്ടിപ്പോകുന്നൊക്കെയല്ലേ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതൊക്കെ നമ്മുടെ വെറും ആഗ്രഹമായിപ്പോയി അച്ഛാ. അയാളുടെ അസുഖം എല്ലാം മാറി അയാളിപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണ്. അയാൾ ഇനി ഉടനെയെങ്കിലും തട്ടിപ്പോകും തോന്നുന്നില്ല എന്നൊക്കെയുള്ള രീതിയിൽ അനാമിക പറയുകയാണ് കേട്ടോ. അപ്പം വേണു ചോദിക്കുന്നുണ്ട്, ഈ കഴിഞ്ഞ ഇടവരെ നീ പറഞ്ഞുകൊണ്ടിരുന്നത് അയാൾക്ക് തീരെ സുഖമില്ല എന്നൊക്കെയുള്ളതല്ലേ മോളെ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പം അനാമിക പറയുന്നുണ്ട്, അതൊക്കെ വെറും കള്ളമായിരുന്നു അച്ഛാ. അതൊക്കെ ആ കിളവൻ്റെയും കിളവിയുടെയും ഒക്കെ ഒരാ കള്ളമായിരുന്നു. കഴിഞ്ഞ ചെക്കപ്പിൽ തന്നെ പുള്ളിയുടെ അസുഖം മാറുന്ന ഡോക്ടർ പറഞ്ഞു തന്നേ. പിന്നെ മക്കളും കൊച്ചുമക്കളും ഒക്കെ തമ്മിലുള്ള അടിയും വഴക്കും ഒക്കെ കുറയുമെന്നും മുത്തശ്ശൻ്റെ ആരോഗ്യസ്ഥിതി ഓർത്തിട്ടെങ്കിലും എല്ലാവരും ക്ഷമിച്ചും സഹിച്ചും കഴിയുമെന്നൊക്കെ ഓർത്തിട്ടാണ് അവർ കാര്യങ്ങളൊന്നും ആരോടും പറയാതെ മിണ്ടാതിരുന്നത്. മുത്തശ്ശനും മുത്തശ്ശിയും ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് ആ നയനയാണ് കേട്ടത്. നയനയാണ് ഓണത്തിൻ്റെ അന്ന് ഈ കാര്യം എല്ലാവരെയും അറിയിക്കുകയും ചെയ്തത്. മുത്തശ്ശൻ്റെ അസുഖമൊക്കെ മാറി മുത്തശ്ശനിപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണ് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഓ എന്തൊരു കഷ്ടമാ മോളെ ഇത്. അങ്ങേര് ക്യാൻസർ വന്ന് മരിച്ചു പോകുമെന്നാണ് ഞാൻ കരുതിയത്. ഇനിയിപ്പോൾ ഒരു രക്ഷയില്ലല്ലോ എൻ്റെ പൊന്നു മോളെ. ആ കിളവിന് ഒരു കുഴപ്പവും ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെയും കാര്യങ്ങളൊക്കെ പഴയതുപോലെ ആകുമല്ലോ മോളെ. പെട്ടെന്നൊരു വീതം വെപ്പൊന്നും ഇനി നടക്കില്ലെന്നാ തോന്നുന്നേ. ആദർശനെ മാത്രമാണല്ലോ അയാൾ തലപ്പത്ത് ഇരുത്തിയേക്കുന്നത്. ഇനിയിപ്പം ബാക്കിയുള്ളതും കൂടെ ആദർശന്റെ പേരിൽ എഴുതി കൊടുക്കുമെന്നുള്ളതാ എൻ്റെ പേടി. ആദർശന് നയനയ്ക്ക് മാത്രം അയാളെല്ലാം കൊടുക്കുവോ? അയാൾ കുഴിയിലോട്ട് കാലിനീട്ടി വെച്ചിരിക്കുകയാണെന്നാ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും മോളെ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ രേവതി ചോദിക്കുമ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, എന്ത് ചെയ്യാൻ, എല്ലാം ഇനി വരുന്നിടത്ത് വെച്ച് കാണണം. അനന്തപുരിയിൽ എന്തായാലും ഒരു പൊട്ടിത്തെറി ഉടനെ തന്നെ ഉണ്ടാക്കണം വെച്ചാ, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നും കാര്യങ്ങൾ നിൽക്കില്ല. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോയേ പറ്റുള്ളൂ എന്നൊക്കെ അനാമിക പറയുന്നുണ്ട്. അപ്പൊ വേണു പറയുന്നുണ്ട്, മോളെ ഇനി ചെയ്യാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ. നീ ആ മുത്തശ്ശനും മുത്തശ്ശിയും സോപ്പിട്ട് കയ്യിലങ്ങ് എടുക്കണം. എല്ലാ കാര്യത്തിലും അവരെ സോപ്പിട്ട് കയ്യിലെടുത്താൽ പിന്നെ ആരും മോൾക്കെതിരെ ഒന്നും പറയാൻ വരില്ലെന്നേ. മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും കാര്യങ്ങളൊക്കെ ആ നയനെ നോക്കുന്ന പോലെ മോളും അങ്ങ് നോക്കുന്നേ. അപ്പം മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ മോളോട് സ്നേഹം ഉണ്ടാകും. അല്ലെങ്കിൽ തന്നെ ഈ നയനയുടെയൊക്കെ വീട്ടിൽ എന്തെങ്കിലും സ്വത്തൊക്കെ ഉണ്ടായിട്ടാണോ? അവളവിടെ വന്ന് സ്നേഹം കൊണ്ടല്ലേ എല്ലാവരെയും കീഴ്പ്പെടുത്തിയത്. അതുപോലെ തന്നെ മോളും അങ്ങനെ ചെയ്യും മോളെ. അവരിനി മോളെ ഒഴിവാക്കാൻ ശ്രമിച്ചാലും അവരെ അങ്ങ് പറ്റിച്ചേർന്ന് അവരെ സ്നേഹിച്ച് അവരുടെ കയ്യിലുള്ളതൊക്കെ അടിച്ചു മാറ്റുക ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ അഥവാ എന്തെങ്കിലുമൊക്കെ പിണക്കങ്ങളുണ്ടായി അനിയുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് മോള് പിണങ്ങി വരാതിരിക്കാനായിട്ട് മോളെ അവരോട് പിടിച്ചു നിർത്താൻ നോക്കണം. മോൾക്ക് ഇഷ്ടംപോലെ സമ്മാനങ്ങളൊക്കെ തരും അവര്. അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. അല്ലാതെ നിന്റെ അമ്മായിമ്മയുടെ സപ്പോർട്ട് മാത്രം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല മോളെ എന്നൊക്കെ വേണു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അനാമിക പറയുന്നുണ്ട്, ശരിയാ അച്ഛാ, എൻ്റെ മനസ്സിൽ ഇപ്പം അതൊക്കെ തന്നെയാ. അവരെ സോപ്പിട്ട് അവരുടെ കയ്യിലുള്ളതൊക്കെ അടിച്ചു മാറ്റാൻ നോക്കണം. പിന്നെ കിളവനും കിളവിക്കും എന്നെക്കുറിച്ചുള്ള ഒരു കാര്യവും ഇതുവരെ അറിയത്തില്ല. കാരണം അസുഖമാണെന്ന് പറഞ്ഞ് ആരും ഇതുവരെ പുള്ളിയോട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ആ സന്ദർഭം ഞാൻ എന്തായാലും മുതലെടുക്കാൻ തന്നെ നോക്കണം എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയുന്നുണ്ട്. അപ്പോൾ വേണു പറയുന്നുണ്ട്, അത് ശരിയാ, ഞങ്ങളും കൂടെ മോളുടെ കൂടെ ഇന്ന് വരാം. അതെന്തായാലും ശരിയാ മോളെ, അങ്ങനെ വേണം ചെയ്യാൻ. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് വെക്കുന്ന ഓരോ ചുവടും ആലോചിച്ച് വേണം വെക്കാൻ. കാര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും കൈവിട്ട് പോകാം. എന്തായാലും ഓണമൊക്കെ അല്ലേ, അതുകൊണ്ട് ഞങ്ങളും കൂടെ മോളുടെ കൂടത്തിൽ ഇങ്ങോട്ട് വരാം. അവരെയൊക്കെ ഒന്ന് സോപ്പിട്ട് കയ്യിലെടുക്കുകയും ചെയ്യാമല്ലോ. ഇനിയിപ്പം അവിടെ വന്നിട്ട് ആ കിളവനും കിളവയൊക്കെ ഒന്ന് സൂപ്പിച്ച് നിർത്തിയിട്ട് വേണം വരാനായിട്ട്. ഒരു സൈഡിൽ കൂടെ അനിയുടെ അമ്മയും മുത്തച്ഛനും മുത്തശ്ശിയൊക്കെ മോള് സോപ്പിട്ട് കൂടെ നിർത്തണം. മറ്റേ സൈഡിൽ അനിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രം നമ്മൾ വിചാരിച്ച കാര്യം നടക്കുള്ളൂ മോളെ. അനി തന്നെ അവസാനം സഹികെട്ട് മോളെ വേണ്ടെന്ന് വെക്കണം.
അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തായാലും ഒരു ചർച്ചയ്ക്കൊക്കെ വിളിക്കും നമ്മളെ. അപ്പോഴാണ് നമ്മൾ കരുതി കൂട്ടിയതുപോലെയൊക്കെ കാര്യങ്ങൾ നീങ്ങുള്ളൂ. നമ്മൾ ചോദിക്കുന്ന നഷ്ടപരിഹാരം തന്നെ അവർ നമുക്ക് തരും. അപ്പൊ അനാമിക പറയുന്നുണ്ട്, അത് ശരിയാ അച്ഛാ, നിങ്ങളും കൂടെ എൻ്റെ കൂടെ വാ, അങ്ങോട്ടേക്ക് വന്നിട്ട് അവരെയൊക്കെ ഒന്ന് സോപ്പിട്ട് അവരോടൊക്കെ നല്ല രീതിക്ക് ഒന്ന് സംസാരിച്ചിട്ടൊക്കെ ഇങ്ങോട്ടേക്ക് വരാം. ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കിയല്ലേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശനെയും മുത്തശ്ശിയൊക്കെ സോപ്പിട്ട് കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് അവർക്കുള്ള ഓണക്കോടിയൊക്കെ ആയിട്ട് വേണും രേവതിയൊക്കെ കൂടെ അനാമികയുടെ കൂടെ അനന്തപുരിയിലോട്ട് എത്തുന്നുണ്ട്. മുത്തശ്ശനാണെങ്കിൽ അനാമിക നേരിട്ട് കണ്ട് വലിച്ചു കയറി ഒട്ടിക്കാനുള്ള ദേഷ്യത്തിൽ നിൽക്കുകയാണ്. ഇതൊന്നും അറിയാതെയാണ് അനാമിക അങ്ങോട്ടേക്ക് വേണുവിനും രേവതിയും വിളിച്ചുകൊണ്ട് വരുന്നത്. വേണു അങ്ങോട്ടേക്ക് കയറി വരുമ്പോഴേക്കും തന്നെ മുത്തശ്ശനോട് പറയുന്നുണ്ട്, ആ മൂർത്തി സാറേ, സാറിന് അസ്യങ്ങളൊക്കെ മാറിയല്ലേ, ഒരുപാട് സന്തോഷമായി. ഇതറിഞ്ഞപ്പോൾ തന്നെ സാറുള്ള സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ ഇങ്ങ് പോന്നു. ഇത് കേൾക്കുമ്പോഴേക്കും മുത്തശ്ശനാകെ വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. മുത്തശ്ശനാണെങ്കിൽ രൂക്ഷമായിട്ട് തന്നെ അനാമികയെ നോക്കുന്നുണ്ട് കേട്ടോ. ആ, നിങ്ങൾ എത്തിയോ? ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് തന്നെ ഇരിക്കുകയായിരുന്നു. എന്തായാലും നിങ്ങളും കൂടെ നേരിട്ട് വന്നത് നന്നായി. എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടായിരുന്നു എന്നിങ്ങനെ പറയുമ്പോഴേക്കും വേണു ചോദിക്കുന്നുണ്ട്, എന്താ മൂർത്തി സാറേ, മോളുടെ കാര്യമാണോ സംസാരിക്കാനുള്ളത്? മോളും അനിയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ സംസാരിച്ചു തീർക്കാനാണോ? അത് പിള്ളേരല്ലേന്നേ, തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കും. എന്തായാലും അതൊക്കെ നമുക്ക് സാവധാനത്തിൽ മാറ്റിയെടുക്കാവുന്നേ എന്നൊക്കെ ഇങ്ങനെ വേണു പറയുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശൻ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, അതൊന്നും അല്ല വേണു, താനിങ്ങനെ ഉരുണ്ട് കളിക്കൊന്നും വേണ്ട. പിന്നെ എനിക്ക് അസുഖമാണെന്നും പറഞ്ഞ് എൻ്റെ മക്കളും കൊച്ചുമക്കളും ഒക്കെ കൂടി ഒളിച്ചു വെച്ച ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാനിപ്പോൾ അറിഞ്ഞു. അതിൻ്റെ സത്യാവസ്ഥ എനിക്ക് അറിയണം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണാനിരുന്നതെന്ന് ഇങ്ങനെ പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴേക്കും അനാമിക ആകെ ഞെട്ടിപ്പോവുകയാണ്. മുത്തശ്ശൻ അനാമികയോടായിട്ട് പറയുകയാണ്, അനാമികയെ, എനിക്ക് നിന്നോടാണ് ചോദിക്കാനുള്ളത്. നിന്നെപ്പറ്റി ചില കാര്യങ്ങളൊക്കെ അനി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോയെന്നറിയണം. നീ അന്യപയ്യന്മാരുമായിട്ട് കറങ്ങി നടക്കുന്നുണ്ടെന്ന് അവൻ പറഞ്ഞല്ലോ. അത് ആദർശ് നയനയും ദേവേനയൊക്കെ കണ്ട കാര്യങ്ങളുമാണെന്ന് പറയുന്നുണ്ടല്ലോ. ഇതിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അനാമിക പറയുന്നുണ്ട്, അത് പിന്നെ മുത്തശ്ശ, അതെന്റെ ഫ്രണ്ടാണ്. ഞാനും അവനും ഒന്നിച്ച് പഠിച്ചു വളർന്നവരാണ്. ഞങ്ങൾ ഒരുമിച്ച് ഡ്രസ്സ് എടുക്കാൻ പോയതാണ്. അവിടെ വെച്ചാണ് ആദർശേട്ടനും നയനേട്ടത്തെയും എന്നെ കണ്ടത്. അനി എന്തായാലും എന്നെ കൊണ്ടുപോകുമൊന്നുമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ കൂടെ പോയത്. കല്യാണം കഴിഞ്ഞ പിന്നെ ഇന്ന് വരെ അവൻ എന്നെ പുറത്തേക്ക് കൊണ്ടുപോയിട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം മേടിച്ച് തരത്തുമില്ല. എൻ്റെ കാര്യങ്ങളൊന്നും നോക്കാറുമില്ല. പിന്നെ എൻ്റെ ആവശ്യങ്ങൾക്ക് എനിക്ക് പുറത്തു പോകാതിരിക്കാൻ പറ്റുമോ മുത്തശ്ശ എന്നിങ്ങനെ അനാമിക ചോദിക്കുന്നുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഒപ്പം ഞാൻ പുറത്തു പോയതിൽ ഇത്ര തെറ്റെന്താ ഉള്ളതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്തും ഇതൊക്കെ നോക്കുന്നവരുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, ഈ ഒരു സംഭവം മാത്രമല്ല, പലരുടെ കൂടെയും നിന്നെ കണ്ടിട്ടുണ്ടെന്ന് അനി പറയുന്നുണ്ടല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും, അതൊക്കെ എൻ്റെ ഫ്രണ്ട്സാ മുത്തശ്ശ. എന്നെ പറ്റിയുള്ള അനാവശ്യ കാര്യങ്ങളൊക്കെ ഈ അനിയും നയനയും കൂടിയിട്ടായിരിക്കും മുത്തശ്ശനോട് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടാവുക. അതെ, ഇവര് തന്നെയാ എല്ലാം പറഞ്ഞു തന്നിട്ടുള്ളത്. അതിനുള്ള തെളിവുകളെല്ലാം എന്നെ കാണിക്കുകയും ചെയ്തു. എത്ര ഫ്രണ്ടാണെങ്കിലും മടിയിലിരുന്ന് കൊഞ്ചു കുഴയൊന്നുമില്ലല്ലോ. പറ്റിച്ചേർന്ന് പൊതുസ്ഥലങ്ങളിൽ ഇങ്ങനെ ഇരിക്കാറുണ്ടോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്. പോട്ടെ, അതൊക്കെ വിട്ടേക്കാം. അനിയുടെ മനസ്സിൽ നീ ഇല്ലാത്തത് കൊണ്ട് അവൻ വേണമെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കി പറയുന്ന നീ വേണമെങ്കിൽ പറയുമായിരിക്കാം. പോട്ടെ, അതെന്തായാലും കഴിഞ്ഞു. ഇനിയിപ്പം വേറൊരു കാര്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അന്ന് ദേവയാനി വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടന്നല്ലോ, കരളൊക്കെ പോയിട്ട്. അന്ന് നയനമോളാണ് ദേവയാനിക്ക് കരൾ കൊടുത്ത് സഹായിച്ചത്. അത് അടുക്കളയിൽ കാച്ചു വെച്ചിരുന്ന പാലെടുത്ത് കുടിച്ചത് കൊണ്ടാണ് ദേവയാനിക്ക് അങ്ങനത്തെ അസ്വസ്ഥതയും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായത്. അത് നീ പറഞ്ഞ കാര്യം തന്നെയാണല്ലോ. അന്ന് ആ പാലിൽ വിഷം ചേർത്ത് വെച്ചത് അനാമികയും രേവതിയും കൂടാണെന്ന് ഞാൻ അറിഞ്ഞു. അതിലെന്തെങ്കിലും സത്യം ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ് കേട്ടോ. ഇത് കേൾക്കുന്ന പാട് രേവതിയും അനാമികയും വീണും ഒക്കെ കൂടെ ഞെട്ടിപ്പോകുന്നുണ്ട്. രേവതി ഉടനെ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ എന്തിനാ മൂർത്തി സാറെ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. ഇത് ഞങ്ങളെ കൊടുക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം കെട്ടിച്ചമച്ച കഥ തന്നെയാണ്. ഞങ്ങളുടെ മോള് ഈ തറവാട്ടിൽ ജീവിക്കേണ്ട കുഞ്ഞല്ലേ. അപ്പൊ പിന്നെ ഞങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നൊക്കെ രേവതി ഇങ്ങനെ പറയുമ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, അങ്ങനെ കെട്ടിച്ചമച്ച കഥയൊന്നും അല്ല ഇത്. അനാമിക തന്നെ നയനയോട് ഈ കാര്യങ്ങളൊക്കെ സമ്മതിച്ചതല്ലേ. പാലിൽ വിഷം ചേർത്തത് നീയും നിന്റെ അമ്മയും കൂടെ ചേർന്നിട്ടാണെന്നുള്ളത്. അതിന്റെ തെളിവ് നവ്യയുടെ കയ്യിലും ഉണ്ടെന്നാണല്ലോ ഇവര് പറഞ്ഞത്. അപ്പൊ ഉടനെ അനാമിക ചോദിക്കുന്നുണ്ട്, ആര് പറഞ്ഞു? ഇവള് പറയുന്ന ഒന്നും കേട്ട് നിങ്ങൾ വിശ്വസിക്കാൻ നിൽക്കണ്ട. ഇവള് പെരും കള്ളിയാണ്. എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവൾ ഓരോ കഥകളൊക്കെ ഉണ്ടാക്കി പറയുന്നാന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും നയനെ ചോദിക്കുന്നുണ്ട്, ഓഹോ, അപ്പൊ ഞാനാണല്ലേ? അപ്പൊ ഞാൻ പറയുന്നത് കള്ളമാണല്ലേ? നീ തന്നെയല്ലേ പാലിൽ വിഷം കലർത്തുന്നത്? നീ നിന്റെ അമ്മയും കൂടാണെന്നുള്ളത് സമ്മതിച്ചത്. അത് അന്ന് അത് സമ്മതിച്ചില്ലാതെ നീയൊക്കെ എന്നെ തല്ലിക്കൊല്ലുമെന്ന് എനിക്കറിയാമായിരുന്നു. നിങ്ങളുടെ കയ്യിൽ നിന്ന് തല്ലു വാങ്ങി കൂട്ടണ്ടെന്ന് ഓർത്തിട്ടാണ് ഞാൻ അതൊക്കെ സമ്മതിച്ചതെന്ന് പറയുകയാണ്. അല്ലാതെ അതൊന്നും അല്ല മുത്തശ്ശ സത്യം എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയുന്നുണ്ട്. മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, അത് നവ്യമൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് കാച്ചി വെച്ച പാലാണ്. നവ്യയുടെ കുഞ്ഞിനെയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് പിന്നെ ആരാണ്? നീയല്ലാതെ മറ്റാരും ആയിരിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്.
അപ്പൊ രേവതി പറയുന്നുണ്ട്, ആ കുഞ്ഞിനെ കൊല്ലാനുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്യാനാണെങ്കിൽ അത് ആരായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? ഒന്നുകിൽ നയനയായിരിക്കാം. കാരണം അന്ന് നയനയും നവ്യയും തമ്മിൽ നല്ല വഴക്കിലായിരുന്നല്ലോ. പിന്നെ ആ സമയത്ത് ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല വഴക്കുമല്ലായിരുന്നോ? ഞാൻ അബിയാണ് ഉദ്ദേശിച്ചത്. അബിയോ അല്ലെങ്കിൽ അബിയുടെ അമ്മയോ ആയിരിക്കില്ലേ അങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ രേവതി ചോദിക്കുന്നുണ്ട്. അവർക്ക് രണ്ടുപേർക്കും നവ്യനെ അന്ന് ഇഷ്ടമല്ലായിരുന്നല്ലോ. തന്നെയല്ല, നവ്യക്ക് ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു എന്നുള്ളത് അവർക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നും ആയിരുന്നില്ലല്ലോ. അപ്പൊ അവരും സംശയിച്ചൂടെ എന്നിങ്ങനെ രേവതി ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് ആകെ ദേഷ്യത്തിൽ ജലജ ചാടി എഴുന്നേറ്റ് വരുന്നുണ്ട്. നീ എന്താ രേവതി പറയുന്നത്? ഞങ്ങൾ വാലിൽ വിഷം ചേർത്തെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അതും എന്റെ കൊച്ചുമോനെ കൊല്ലാൻ വേണ്ടിയിട്ട്? നീ എന്തൊരു നുണയാ രേവതി ഈ പറഞ്ഞു കൂട്ടുന്നത്? എനിക്കും അവിക്കും നവ്യമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരിക്കലും നവ്യയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ഞങ്ങൾ ആരും ശ്രമിച്ചിട്ടില്ല. ആ കുഞ്ഞിനെ ഇല്ലാതാക്കാനും മാത്രം മോശം മനസ്സുള്ളവരൊന്നും അല്ല ഞാനും എന്റെ മോനും എന്നിങ്ങനെ ജലജ പറയുന്നുണ്ട്. ഇത് ചെയ്തത് നീയും നിന്റെ മോളും തന്നെയാണ്. ജലജ ഉടനെ മുത്തശ്ശനോട് പറയുന്നുണ്ട്, അച്ഛാ, ഇത് ചെയ്തത് അനാമികയും അനാമികയുടെ അമ്മയും തന്നെയാണ് അച്ഛാ. അവർ തന്നെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചെന്നുള്ളത് നിനക്ക് എങ്ങനെ ഉറപ്പ് പറയാൻ പറ്റും ജലജെ? അതിന് തെളിയിക്കാൻ നിന്റെ കയ്യിൽ തെളിവുണ്ടോ എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശൻ. അപ്പൊ ജലജ പറയുന്നുണ്ട്, ഞാൻ കേട്ടതാ മുത്തശ്ശ, ഇവളും രേവതിയും കൂടെ പ്ലാൻ ചെയ്യുന്നതൊക്കെ ഞാൻ അപ്പൊ തന്നെ ഇത് ആബിയോട് പറയുകയും ചെയ്തിരുന്നു. ഇത് കേട്ടപാടെ മുത്തശ്ശൻ ജലജയുടെ ചെവിക്കൽ അടിച്ച് പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ ഒരു മനുഷ്യ സ്ത്രീ തന്നെയാണോടി? നിന്റെ മകന്റെ കുഞ്ഞല്ലായിരുന്നോ നവയുടെ വയറ്റിൽ വളർന്നുകൊണ്ടിരുന്നത്? ആ കുഞ്ഞിനെ കൊല്ലാനായിട്ട് പാലിൽ വിഷം ചേർക്കുന്ന കാര്യമൊക്കെ പറയുന്നതും പ്ലാൻ ചെയ്യുന്നതും എല്ലാം കേട്ടിട്ട് നീ അതിനൊന്നും പ്രതികരിക്കുക പോലും ചെയ്യാതെ നോക്കി നിൽക്കുകയായിരുന്നോ? ശരിക്കും പറഞ്ഞാൽ നീ ആ പ്രവൃത്തിയെ സപ്പോർട്ട് ചെയ്ത പോലെ ആയില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, അത് പിന്നെ അച്ഛാ, ഞാൻ അറിഞ്ഞോട്ടല്ല. അപ്പൊ നവ്യമായിട്ട് ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആ ഒരു ദേഷ്യത്തിൽ ഞാൻ ഇക്കാര്യം പറയാതിരുന്നാണ്. അനാമിക അങ്ങനെ ചെയ്യുമെന്നോ വിഷം കലർത്തിയ പാല് ഏട്ടത്തി എടുത്ത് കുടിക്കുമെന്നോ ഒന്നും ഞാൻ കരുതിയതല്ല. മുത്തശ്ശൻ പറയുന്നുണ്ട്, ആര് കരുതിയാലും ഇല്ലെങ്കിലും ഇവിടെ ഒരു കൊലപാതകമല്ലേ നടക്കാൻ പോയത്. ഇത്രയെല്ലാം കാട്ടിക്കൂട്ടിയിട്ട് ഇനിയും ഈ വീട്ടിൽ ജീവിക്കാമെന്ന് വേണം രേവതിയും അനാമികയും കരുതുന്നുണ്ടോ? ഇനി അനാമിക ഈ വീട്ടിൽ വേണ്ട. ഇവളെ പോലുള്ള ഒരുത്തി ഈ വീട്ടിൽ താമസിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ബാക്കിയുള്ളവരുടെ ജീവന് തന്നെ അത് ഭീഷണിയാണ്. പിന്നെ എന്ത് സുരക്ഷിതമാണ് ഇവിടെയുള്ള ജീവനുകൾക്കുള്ളത്? അതുകൊണ്ട് ഇനി ഇവള് ഈ വീട്ടിൽ വേണ്ട. ഞങ്ങളുടെ അനിമോന് പറ്റിയ പെണ്ണല്ലാന്ന് അവൻ പല പ്രാവശ്യം പറഞ്ഞതാണ്. അനു പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇനി അനിയുടെ ഭാര്യയായിട്ട് അനാമിക ഇനി ഇവിടെ കാണണമെന്നില്ല. പോകാം, ഇനി നിങ്ങളെ ഇവിടെ കണ്ടുപോകരുത്. ഇത്രയൊക്കെ ക്രൂരതകളൊക്കെ ചെയ്തു കൂട്ടിയ നിങ്ങളെ മോതിരം പിടിച്ച് ജയിലിലിടുകയാണ് വേണ്ടത്. പക്ഷേ ഇപ്പൊ എന്തായാലും ഞാൻ അതിനൊന്നും മുതിരുന്നില്ല. ഇനി മേലല്ല ഈ വീട്ടിലോട്ട് നിങ്ങൾ കയറി വന്നേക്കരുതെന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. ഇത് കേട്ടോണ്ട് അനാമികയും രേവതിയും വേണും ഒക്കെ കൂടെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഇത് കാണുന്ന എനിക്കാണെങ്കിലും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. എന്നാൽ ജാനകി പറയുന്നുണ്ട്, അനാമിക മോൾ അങ്ങനെ ചെയ്യുമെന്ന് എനിക്കൊരു വിശ്വാസവും ഇല്ല. ഇതിനകത്ത് ആരോ കളിച്ചിട്ടുണ്ട്. അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട്, ജാനകി, നീ ഇനി മിണ്ടിയേക്കരുത്. ഇത്രയെല്ലാം അറിഞ്ഞിട്ടും ഇനി നീ അവളെ സപ്പോർട്ട് ചെയ്യാനാണെങ്കിൽ നീയും ഇവിടുന്ന് ഇറങ്ങിക്കോണം, അവളുടെ കൂടെ പൊക്കോണം എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ ജാനകിയോട് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്. അപ്പോഴേക്കും ആദർശനോട് മുത്തശ്ശൻ പറയുന്നുണ്ട്, ആദർശമനെ, ഇനി എന്തായാലും ഈ കാര്യം ഇങ്ങനെ വിട്ടാൻ പറ്റില്ല. നമ്മുടെ കുടുംബത്തിനെ മൊത്തം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് തന്നെ. എല്ലാവരെയും തമ്മി തല്ലിച്ച് കുടുംബം ചിന്ന ഭിന്നമാക്കാൻ വേണ്ടിയിട്ടാണ് അവളും അവളുടെ അച്ഛനും അമ്മയും കൂടെ ഒക്കെ ശ്രമിച്ചത്. അവൾക്കെതിരെ നിയമപരമായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. അതുകൊണ്ട് അവളുടെ അച്ഛൻ്റെ അമ്മയുടെ പേരിലൊക്കെ ഞാൻ ഒരു കേസ് കൊടുക്കാൻ പോവുകയാണ്. നിയമപരമായിട്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകട്ടെ. അങ്ങനെ അന്വേഷണം സത്യസന്ധമായിട്ട് നടക്കട്ടെ. പിന്നെ ബാക്കിയൊക്കെ നമുക്ക് വഴിയെ കാണാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശനും ആദർശം കൂടെ ചേർന്നിട്ട് നന്ദുവിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് കേസ് ഫയൽ ചെയ്യുന്നുണ്ട്. മോൾ ഇത് സത്യസന്ധമായിട്ട് തന്നെ അന്വേഷിക്കണം. എല്ലാ തെളിവുകളും അവരെ പൂട്ടാനുള്ള എല്ലാ തെളിവുകളും നമ്മുടെ കയ്യിലുണ്ടല്ലോ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കേസ് അന്വേഷിച്ച് അറസ്റ്റ് ചെയ്യണം മോളെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നന്ദു, ശരി മുത്തശ്ശ, ഞാൻ എന്തായാലും ഈ കാര്യം നോക്കിക്കോളാം എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെ നന്ദു സത്യസന്ധമായിട്ട് കേസൊക്കെ അന്വേഷിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ അനാമികയെ അറസ്റ്റ് ചെയ്യാനായിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. അങ്ങനെ അനാമികയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് കേട്ടോ നന്ദു. ഇത് കാണുന്ന എനിക്കാണെങ്കിലും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ചാനൽ